ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. ഒരു മഞ്ഞൾ കല്യാണം സ്പെഷ്യൽ കേക്ക് ഉണ്ടാക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്തിരുന്നു. അതിനനുസരിച്ച് ഉണ്ടാക്കിയതാണ്. ഞാനിതൊരു 7 ഇഞ്ചിൻ്റെ പാനിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം അതിനായിട്ടുള്ള ട്രേ ഒന്ന് റെഡിയാക്കി വെക്കാം. നമ്മൾ ഏത് കേക്ക് ഉണ്ടാക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് അതിന് നമ്മൾ ഉണ്ടാക്കുന്ന മോൾഡ് ഏതാണോ അത് റെഡിയാക്കി വെക്കുകയാണ്. അപ്പോൾ ഞാനിതിവിടെ ഗ്രീസ് ആൻഡ് ഫ്ലോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ഉണ്ടാക്കി തുടങ്ങാം. നമ്മൾ 2 എഗ്ഗാണ് എടുത്തിട്ടുള്ളത്. 2 എഗ്ഗ് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പും 2 ടേബിൾ സ്പൂണും പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ഇതിന് പകരം നിങ്ങൾക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്തിട്ടുണ്ട്. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് 1/2 കപ്പ് പാലും 1/2 കപ്പ് ഓയിലും ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ജസ്റ്റ് ആ പഞ്ചസാര നന്നായി ഒന്ന് മെൽട്ടായിട്ട് വന്നാൽ മതി. ബീറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു സ്പൂണ് വെച്ച് നമുക്ക് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതിനകത്തേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1.5 കപ്പ് മൈദയാണ് ചേർത്തിട്ടുള്ളത്. ആ മൈദ നന്നായി മിക്സായിട്ട് വരുന്നത് വരെ ഇളക്കി യോജിപ്പിക്കുക. മൈദ നല്ലതുപോലെ മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട്. മധുരം ഒന്ന് ബാലൻസ് ആകാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ മിൽക്കൊക്കെ ചേർത്തതുകൊണ്ട് ഒരു വെള്ളത്തിൻ്റെ ചുവ ഉണ്ടാവും. അപ്പോൾ ഒരു ഉപ്പ് ചേർത്ത് കൊടുത്താൽ അത് മാറിക്കിട്ടും. അപ്പോൾ നമ്മളെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മോൾഡിലേക്ക് ഒഴിച്ച് ബേക്ക് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇത് ഓവനിലാണ് ചെയ്യുന്നത്. 160 ഡിഗ്രിയിൽ 40 മിനിറ്റാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. 35 മിനിറ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ബേക്ക് ആയിട്ടുണ്ടോ എന്ന്. ഇല്ലെങ്കിൽ 5 മിനിറ്റ് കൂടെ ഒന്ന് ബേക്ക് ചെയ്താൽ മതി. അതല്ല നിങ്ങൾ ഓവനില്ലാതെയാണ് ചെയ്യുന്നതെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 40 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. നിങ്ങൾ കുക്കറിനകത്തോ വേറെ എന്തെങ്കിലും ഇഡ്ഡലി കുട്ടകത്തിലൊക്കെ ആണ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. ഞാനിതിപ്പോൾ 35 മിനിറ്റ് ബേക്കാക്കി എടുത്തതാണ് ഓവനകത്ത്. പ്രീ ഹീറ്റഡ് ഓവൻ ആയിരിക്കണം. എന്നിട്ട് ഇതൊന്ന് ചൂട് തണഞ്ഞതിന് ശേഷം വേണം നമ്മൾ ഡിമോൾഡ് ചെയ്യാനായിട്ട്. നല്ല ചൂടോടുകൂടി നമ്മൾ ഡിമോൾഡ് ചെയ്യുമ്പോൾ നമുക്ക് കേക്ക് ടിന്നിൽ നിന്ന് വിട്ട് വരാൻ പ്രയാസമായിരിക്കും. മാത്രമല്ല വിട്ട് വന്നാൽ തന്നെ പകുതി കേക്ക് ടിന്നിനകത്ത് തന്നെ പിടിച്ചിരിക്കുന്നൊരു സ്റ്റേജ് ഉണ്ടാവും. ഇനി ഇത് നന്നായി റൂം ടെമ്പറേച്ചറിൽ എത്തുന്നത് വരെ നമുക്ക് കാത്തിരിക്കാം. ആ സമയത്തേക്ക് നമുക്ക് 1/4 കപ്പ് വിപ്പിംഗ് ക്രീം ഞാനിവിടെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. 1/4 കപ്പ് എടുത്തിട്ട് 1 കപ്പ് നമുക്ക് ഇതിലേക്ക് ആവശ്യമുണ്ട്. വൈറ്റ് കളറിലെല്ലാം ഞാനിത് ചെയ്യുന്നത് യെല്ലോ കളർ ചേർത്തിട്ടാണ്. അപ്പോൾ വൈറ്റ് കളറിലുള്ള ക്രീം 1/4 കപ്പ് ഞാൻ ആദ്യം വിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കളർ ചേർത്ത് എങ്ങനെ വിപ്പ് ചെയ്യാമെന്നും കൂടെ അറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്ത് കാണിച്ചിട്ടുള്ളത്. അതിലേക്ക് 1 ടീസ്പൂണും ലെമൺ യെല്ലോ കളർ ചേർത്തിട്ടാണ് ഞാനിപ്പോൾ വിപ്പ് ചെയ്തിട്ടുള്ളത്. ലെമൺ യെല്ലോ കളർ ലിക്വിഡാണ്. ഇത് 30 രൂപ കൊടുത്താൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ഷോപ്പിൽ നിന്ന്. ഇപ്പോൾ ഇത് നന്നായി വിപ്പായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഐസ് ട്രേയുടെ മുകളിൽ വെച്ചിട്ടാണ് വിപ്പാക്കിയിട്ടുള്ളത്. റിച്ചിൻ്റെ ഗോൾഡ് ക്രീമാണ്. സാധാരണ 5 മിനിറ്റിൽ വിപ്പാകുന്നതാണ്. ഇപ്പോൾ ഏകദേശം 10 മിനിറ്റ് എടുത്തിട്ടുണ്ട്. ഇനി ഞാനത് ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്ക് കേക്ക് കട്ട് ചെയ്തെടുക്കാം. ഞാൻ മുകൾ ഭാഗം ഒന്ന് ലെവൽ ചെയ്തതിന് ശേഷം 3ആയിട്ടാണ് കട്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് കേക്ക് ഐസിങ് ചെയ്ത് തുടങ്ങാം. നമ്മൾ ഏത് ബോർഡാണോ വെക്കുന്നത് ആ ബോർഡിലേക്ക് നമ്മൾ ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കുക. ഞാനിപ്പോൾ മിഡിൽ ലെയറാണ് ഏറ്റവും താഴെയായിട്ട് വെച്ചിട്ടുള്ളത്. ഇനി അതിന് ഷുഗർ സിറപ്പ് വെച്ച് നന്നായി ഒന്ന് സോക്ക് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ക്രീം വെച്ച് കൊടുക്കാം. ഞാൻ എളുപ്പത്തിൽ വെക്കാൻ വേണ്ടിയിട്ട് ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് എടുത്തിട്ടുണ്ട് ക്രീം. എന്നിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. നമുക്ക് ഈ ഒരു പ്രോസസ്സ് നമ്മൾ ക്വിക്ക് ഐസിങ് ടിപ്പ് വെച്ചിട്ടും ചെയ്തെടുക്കാം. അപ്പോൾ അതില്ലാത്തവർക്ക് വേണ്ടിയാണ് ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് കാണിച്ചിട്ടുള്ളത്. നമ്മൾ സാധാരണ പൈപ്പിംഗ് ബാഗിൽ എടുത്തിട്ട് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് സ്പാച്ചുല വെച്ച് ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. ഇനി ഞാനിതിൻ്റെ മുകളിൽ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ്സ് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്.
ഞാനിപ്പോൾ ഒരു നൈഫ് വെച്ചിട്ട് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കുകയാണ്. ഇതിൽ ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം സെക്കൻഡ് ലെയർ വെച്ചിട്ട് സെയിം പ്രോസസ്സ് നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. മറ്റു മുകളിൽ വരുന്ന ഒരു പോർഷനാണ് ഞാനിപ്പോൾ സെൻറ്ററിൽ വെച്ചിട്ടുള്ളത്. ഇനി ഇതും നേരത്തെ പോലെ തന്നെ ഒന്ന് സോക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ക്രീം വെക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ചോക്ലേറ്റ്സും വെച്ച് കൊടുക്കുക. പിന്നെ ഫില്ലിംഗ് ആയിട്ട് നിങ്ങൾക്ക് വൈറ്റ് ചോക്ലേറ്റ്സ് തന്നെ വേണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഫില്ലിങ്ങും വെച്ച് കൊടുക്കാം. പിന്നെ ഈ കേക്ക് നിങ്ങൾ തയ്യാറാക്കുമ്പോൾ കുറച്ചുകൂടെ ഹൈറ്റിലുള്ള ഒരു കേക്കാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ 6 ഇഞ്ചിൻ്റെ പാനിൽ 2 കേക്കായിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതിനേക്കാളും ഹൈറ്റിലുള്ള കേക്ക് നിങ്ങൾക്ക് റെഡിയാക്കി എടുക്കാം. ഇനി നമുക്ക് ഫൈനൽ ലെയർ വെച്ചിട്ട് കേക്ക് മുഴുവനായിട്ടും ഐസിങ് ചെയ്തെടുക്കാം. മഞ്ഞൾ കല്യാണത്തിനുള്ള കേക്ക് ആയതുകൊണ്ടാണ് ഞാനിതിന് യെല്ലോ കളർ കൊടുത്തിട്ടുള്ളത്. ഇനി കേക്ക് നല്ലതുപോലെ എല്ലാ സൈഡും ഒക്കെ നല്ല സ്മൂത്താക്കി ഐസിങ് ചെയ്തെടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് ചൂട് കാരണം മെൽട്ടായി പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ക്രം കോട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റി ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് എടുത്തിട്ട് ഐസിങ് ചെയ്തെടുത്താലും മതി. ഇനിയിപ്പോൾ നമ്മൾ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഫ്ലവേഴ്സ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് വിൽട്ടൺ 2D ആണ് ടിപ്പ്. ഇത് വെച്ചിട്ട് ജസ്റ്റ് പ്രസ് ചെയ്തൊന്ന് ഒരു സൈഡിലേക്ക് തിരിച്ചു കൊടുക്കുക. അപ്പോൾ ഒരു ഫ്ലവർ പോലെ നമുക്ക് കാണും. അതിൻ്റെ സെൻറ്ററിലായിട്ട് ഞാൻ യെല്ലോ കളറ് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ടിപ്പ് നമ്പർ 1 ആണ് വെച്ചിട്ടുള്ളത്. ഇനി കുറച്ച് റോസൊക്കെ വെച്ച് കൊടുക്കാം. ഒരു സൈഡിൽ മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. മറ്റേ സൈഡിൽ വേണമെങ്കിൽ നമുക്ക് വിഷ് ചെയ്തിട്ട് നമുക്ക് എഴുതി കൊടുക്കാം. അതല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഡെക്കറേഷൻസോ ചോക്ലേറ്റ്സോ ഒക്കെ വേണമെങ്കിൽ ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ച് ചെയ്തെടുക്കാം. റോസ് വരയ്ക്കുന്നതിൻ്റെ വീഡിയോ വിശദമായിട്ട് ഞാൻ മുൻപൊരിക്കൽ അപ്ലോഡ് ചെയ്തതാണ്. കണ്ടിട്ടില്ലാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിലൊന്ന് സെർച്ച് ചെയ്താലും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാനിപ്പോൾ 2 കളറിലുള്ള റോസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള ഒരു സൈഡ് ക്രീം നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ച് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ സൈഡിലൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ഡെക്കറേഷൻസൊക്കെ വേണമെങ്കിൽ അതും ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ വൈറ്റ് കളറ് ക്രീം വെച്ചിട്ട് തന്നെ ഇതിന് ലീഫ് ഞാൻ വരച്ച് കൊടുക്കുന്നുണ്ട്. വൈറ്റും യെല്ലോയും മാത്രമേ ഞാനിതിൽ യൂസ് ചെയ്തിട്ടുള്ളൂ. സാധാരണ മഞ്ഞൾ കല്യാണത്തിന് യെല്ലോയും വൈറ്റുമാണ് നമ്മൾ സെലക്ട് ചെയ്യുന്ന ഒരു കളറ്. എന്നിട്ട് ഈ സെയിം ടിപ്പ് വെച്ചിട്ട് ലീഫ് ടിപ്പ് വെച്ചിട്ടാണ് ലീഫ് വരച്ചിട്ടുള്ളത്. ആ സെയിം ടിപ്പ് വെച്ചിട്ട് ബോട്ടത്തിൽ ഞാൻ ലീഫ് തന്നെയാണ് വരച്ചു കൊടുക്കുന്നത്. ഒന്ന് ക്രോസ് ആയിട്ട് വരുന്ന ചെറിയ ലീവ്സാണ് വരച്ചിട്ടുള്ളത്. പിന്നെ ബോർഡർ വരച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ടിപ്പ് നമ്പർ ഒന്ന് മാറ്റിയിട്ടുണ്ട്. ടിപ്പ് നമ്പർ 1 ആണ് വെച്ചിട്ടുള്ളത്. അത് വെച്ചിട്ട് നമ്മളിതിൻ്റെ കേക്കിൻ്റെ സൈഡിലായിട്ട് ഇതുപോലെ ഡോട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ഭംഗിക്ക് വേണ്ടി ചെയ്തതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഡെക്കറേഷൻ. അത് കാണിക്കാൻ വേണ്ടി റിക്വസ്റ്റ് ചെയ്തതുകൊണ്ടാണ് ഇങ്ങനൊരു കേക്ക് ഇട്ടിട്ടുള്ളത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ആൻഡ് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട്, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.